ഇന്ന് ഞങ്ങളൊരു ദൂരയാത്ര പോവുകയാണ്. വെളുപ്പങ്ങനെ 4 മണിക്ക് എണീറ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പെട്രോൾ പമ്പിലേക്ക് പോയി. വണ്ടിയിൽ നിറയ്ക്കാൻ പറ്റുന്ന മാക്സിമം പെട്രോൾ അതിനകത്ത് നിറച്ചു. ചെറിയൊരു ബില്ലും പേ ചെയ്ത് പമ്പിൽ നിന്ന് ഇറങ്ങി. സമയം രാവിലെ 4:37. അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് എങ്ങ് നിർത്തിയില്ല. അവസാനം വന്നു നിന്നത് മലങ്കര ഡാമിലാണ്. നേരെ ഒന്ന് വെളുത്തു തുടങ്ങിയതേ ഉള്ളൂ. നല്ല ഭംഗിയുള്ള ആകാശം കാണാം, കുറെ മലനിരകളും കാണാം, മലങ്കര ഡാമും കാണാം. അവിടെ നേരെ മൂന്നാർ പോകുന്ന വഴിക്കാണ് ഈ ഒരു വലിയ ആറ് കണ്ടത്. ആറിന്റെ കരയിൽ പില്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു മാമി ആറിൽ ഇറങ്ങി പില്ല് പറിക്കുന്നുണ്ട്. വന്ന് ആറിൽ വെള്ളമൊന്നും ഇല്ലാതായപ്പോഴേക്കും പശുക്കളൊക്കെ പില്ലുന്ന് ആറിലേക്ക് ഇറങ്ങി. ഇപ്പോഴത്തെ വേനൽ കാരണം ആറും കരയൊക്കെ ഒരേ കണക്കിരിക്കും. അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് പിന്നെ നിർത്തിയത് മൂന്നാറിലാണ്. അവിടെ ചെന്നപ്പോൾ കാണാം മൂന്നാറിലെ തേയിലക്കാടുകൾക്കിടയിൽ ഇതുപോലുള്ള വലിയ വലിയ മരങ്ങൾ ലാവണ്ടർ കളറിൽ പൂത്ത് കിടക്കുന്നു. നിങ്ങൾക്ക് ഇപ്പൊ പോയി കഴിഞ്ഞാൽ ഇത് കാണാം. മുന്നോട്ട് പോയപ്പോൾ കാണാം വയലിൽ കൂടെ ഒരു പാമ്പഴഞ്ഞ് എന്റെ അടുത്തേക്ക് വരുന്നു. പിന്നെ അവിടെ നിന്നില്ല. പെട്ടെന്നായിരുന്നു കോടമഞ്ഞില്ലാത്ത മൂന്നാറിലെ കോടമഞ്ഞ് വന്നിറങ്ങിയത്. മഞ്ഞ് വന്നിറങ്ങിയ ശേഷം മൂന്നാറിന്റെ സൗന്ദര്യം കൂടി നല്ല സുന്ദരിയായിട്ടുണ്ട്. ഒരു മുള്ളുവേലിയും കടന്ന് ഞാനൊരു തേയിലപ്പാടത്തിലേക്ക് കയറി. അവിടുത്തെ സൗന്ദര്യം കണ്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് കയറിയത്. നിങ്ങളൊന്ന് നോക്കിയേ, എന്ത് രസമാണെന്നോ. മൂന്നാറിൽ ഇപ്പൊ സീസൺ ഒന്നും അല്ല. എന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി മഞ്ഞ് എല്ലാം മാറ്റി വെച്ച് മൂന്നാറിലേക്ക് വന്നു. ഞങ്ങൾ എല്ലാവരും തണുത്ത് വിറച്ചിരിക്കുകയാണ്. അടുത്തൊരു ചെറിയ കട കണ്ടു. ഒരു ചെറിയ തട്ടിക്കൂട്ട് സെറ്റപ്പ്. പുറത്തുണ്ടായിരുന്ന ചെറിയൊരു ക്യാമ്പ് ഫയറിൽ ഞാൻ കൈകൊണ്ട് വെച്ചൊന്ന് ചൂടാക്കി. വായിക്കൂടെ പുക പോകുന്നുണ്ട്. മൂട്ടിൽ തീട്ടപ്പം വായിക്കൂടെ പുക പോയതൊന്നുമല്ല. വായിൽ മുഴുവൻ കോടമഞ്ഞാണ്. വായിലും കോട, വെളിയിലും കോട. അടുത്ത് ചെറിയൊരു ജലാശയം കണ്ടു. തണുത്ത് വിറച്ച തവളക്കുഞ്ഞുങ്ങൾ ആ വെള്ളത്തിൽ കിടപ്പുണ്ട്. വെള്ളത്തിന് തണുപ്പുണ്ടോ എന്ന് ഞങ്ങളൊന്ന് നോക്കി. നല്ല തണുപ്പുണ്ട്. ഈ ചെറിയൊരു കടയിൽ ഉപയോഗിക്കുന്ന വെള്ളവും ഇതാണ്. നല്ല ശുദ്ധമായ വെള്ളം. കിടുവ് വിറച്ചൊരു അമ്മപ്പട്ടി അവിടെ വന്ന് നിൽപ്പുണ്ട്. അവൾക്ക് നല്ല വിശപ്പുണ്ട്. കടയിലാണെങ്കിൽ അവള് കഴിക്കുന്ന സാധനം മാഗി മാത്രമേ ഉള്ളൂ. കുറച്ച് മാഗി വാങ്ങി അവൾക്കും കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ് സന്ധ്യയായപ്പോഴേക്കും ഞങ്ങൾ റിസോർട്ടിലേക്ക് തിരിച്ചെത്തി. അവിടെ നോക്കിയപ്പോഴാണ് മറുഭാഗത്തൊരു മലയിൽ തീ പിടിച്ചത് കണ്ടത്. കാട്ടുതീയാണോ അതോ നാട്ടുകാർ തീയിട്ടതാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഒരു ഹെലികോപ്റ്റർ അങ്ങോട്ട് പോയിട്ടുണ്ട്. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം.